ഹലോ എവ്രി വൺ, അക്കോർഡിംഗ് ടു ദ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്ന് നോക്കാൻ പോകുന്നത് യെസ് ഓർ നോ റീഡിംഗ് ആണ്. ഓക്കെ, സോ ഇവിടെ ചെയ്യാൻ പോകുന്നത് 3 റീഡിങ്സ് ആണ് നോക്കാൻ പോകുന്നത്. 3 പ്രാവശ്യം യെസ് ഓർ നോ റീഡിംഗ് ചെയ്യുന്നതാണ്. സോ ഓരോ പ്രാവശ്യവും പ്രേക്ഷകർ ചെയ്യേണ്ടത് ഒരു ചോദ്യം മനസ്സിൽ ആലോചിക്കുക. ഇത് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ചാകാം, കരിയറിനെ കുറിച്ചാകാം, ഫൈനാൻസസിനെ കുറിച്ചാകാം, ഓക്കെ, നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചാകാം, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ കുറിച്ചാകാം, കോൺഫിഡൻസിനെ കുറിച്ചാകാം, നിങ്ങളുടെ ബോസിനെ കുറിച്ചാകാം. പക്ഷേ ഏതൊരു ചോദ്യം ആയാലും അത് യെസ് അല്ലെങ്കിൽ നോ എന്ന രീതിയിൽ ലഭിക്കാൻ തക്ക വിധം ആലോചിക്കുക. ഓക്കെ, സോ 3 പ്രാവശ്യമാണ് ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാവുന്നതാണ്, ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ ആലോചിക്കാവുന്നതാണ്. ആൻഡ് ദെൻ വീഡിയോ ഓൺ ചെയ്ത് റീഡിംഗ് കാണുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രേക്ഷകർ മനസ്സിൽ വിചാരിക്കുക. സോ ലെറ്റ് സീ യെസ് ഓർ നോ. എന്താണ് ഡിവൈൻ ഗോഡ്, ഗോഡസ്, ആർക്കേഞ്ചൽസ്, ഗാർഡിയൻ ഏഞ്ചൽസ് ആൻഡ് സ്പിരിറ്റ് ഗൈഡ്സ് ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നത്? ഈസ് ഇറ്റ് യെസ് ഓർ നോ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? For the first question, is it a yes or no? Yes or no? Queen of Cups ആണ് വന്നത്. ആൻസർ ഈസ് യെസ്. ഓക്കെ, ആൻസർ യെസ് ആണ്. പക്ഷേ ഇവിടെ പ്രേക്ഷകർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പ്രേക്ഷകരുടെ ഇൻറ്റ്യൂഷൻ ശ്രദ്ധിക്കൂ. ഓക്കെ, എന്താണ് പ്രേക്ഷകരുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് അത് ശ്രദ്ധിക്കൂ. ബിക്കോസ് അവിടെയാണ് നിങ്ങൾക്ക് വിജയം. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ജീവിതത്തിൽ വളരെയധികം ഇമോഷണലി സ്റ്റേബിളായ ഒരു ഓൾഡർ ലേഡി, ഓക്കെ, ഓൾഡർ ലേഡി എന്ന് പറയുമ്പോൾ വളരെയധികം പ്രായമുള്ള ഒരു സ്ത്രീയിൽ നിന്ന് നിങ്ങൾക്ക് അഡ്വൈസ് ലഭിക്കാവുന്നതാണ് നിങ്ങളിപ്പോൾ ചോദിച്ച കാര്യത്തിന്. ഓക്കെ, സോ നിങ്ങൾ എന്താണോ ചോദിച്ചത് അതിൻ്റെ ഉത്തരം യെസ് ആണ്. ഓക്കെ, സോ ലെറ്റ് സീ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നൗ അഗെയിൻ ഒരു ക്വസ്റ്റ്യൻ പ്രേക്ഷകർ മനസ്സിൽ വിചാരിക്കൂ. ഓക്കെ, വീഡിയോ പോസ് ചെയ്യാവുന്നതാണ്. മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞ് വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, so for the second question, is it yes or no? For the second question, is it yes or no? Oh my goodness, answer is yes. നിങ്ങൾ എന്താണോ വിചാരിച്ചത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ആകും. ഓക്കെ, ചില പ്രേക്ഷകർക്ക് 9 ദിവസമാണ്, ചിലർക്ക് 9 മാസങ്ങളാണ്. ഓക്കെ, സോ 9 ദിവസം തൊട്ട് 9 മാസം, ചിലർക്ക് 9 ആഴ്ചകൾ. ഇതിനിടയിൽ നിങ്ങൾ എന്താണോ ചോദിച്ചത് അത് നടക്കുന്നതാണ്. ബ്യൂട്ടിഫുൾ. സോ 2 ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരവും യെസ് ആയിരുന്നു. സോ ലെറ്റ് സീ ദ തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൻ്റെ ഉത്തരം എന്താണ്? ഇസ് ഇറ്റ് യെസ് ഓർ നോ? 2 കാർഡ്സ് ആണ് വന്നത്. ഓക്കെ, സോ വിൽ സീ. യെസ് ഓർ നോ? വാവ്, പ്രേക്ഷകർ ജസ്റ്റിസിനെ കുറിച്ചാണ് ചോദിച്ചെങ്കിൽ, ഓക്കെ, നിങ്ങൾക്കുണ്ടായ ഏതെങ്കിലും ഒരു അന്യായത്തെക്കുറിച്ച്, ഓക്കെ, നിങ്ങൾക്ക് ന്യായം ലഭിക്കുമോ എന്നതിനെക്കുറിച്ച് ആണ് ചോദിച്ചിട്ടെങ്കിൽ യെസ്, ഉടനെ തന്നെ ആ ന്യൂസ് പ്രേക്ഷകരുടെ അടുത്ത് എത്തുന്നതാണ്. ഓക്കെ, ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില പ്രേക്ഷകരുടെ സത്യാവസ്ഥ, ഓക്കെ, ചില പ്രേക്ഷകരുടെ സത്യാവസ്ഥ മറഞ്ഞു പോയതാകാം, അല്ലെങ്കിൽ സത്യം പറഞ്ഞിട്ട് പോലും പല ആൾക്കാർ അത് നിഷേധിച്ചിട്ടുണ്ടാകാം. സോ ഇവിടെ പ്രേക്ഷകരുടെ സത്യം എന്താണ് അത് തെളിയുന്നതാണ്. ചില പ്രേക്ഷകർക്ക് ഒരു യാത്രയിൽ അറിയേണ്ട ഒരു സത്യം അറിയുന്നതാണ്. ഓക്കെ, മൈറ്റ് ബി നിങ്ങളോട് ആരെങ്കിലും കള്ളം പറയുന്നുണ്ടാകാം, ഓക്കെ, നിങ്ങളോട് ആരെങ്കിലും മറച്ചു വെക്കുന്നുണ്ടാകാം. ഇതായിരുന്നു പ്രേക്ഷകർ ചോദിച്ചെങ്കിൽ യെസ്, നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ലഭിക്കും. സത്യം എന്താണെന്ന് എന്നതും അറിയും. പക്ഷെ ആ ഒരു കാര്യം അറിയാൻ ഒരു യാത്ര പോകേണ്ടി വരും. ഓക്കെ, സോ മൈറ്റ് ബി നിങ്ങളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നതാകാം, അല്ലെങ്കിൽ ആ യാത്രയിൽ കണ്ടുമുട്ടുന്ന ചിലരിൽ നിന്ന് ആ സത്യം അറിയുന്നതാകാം. ഓക്കെ, കോർട്ട് കേസസ് ഉള്ള പ്രേക്ഷകർ
നിങ്ങൾക്കാണ് വിജയം. ഇഫ് നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് വിജയം ലഭിക്കുമോ എന്നതാണ് എന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതാണ്. ഓക്കെ, സോ 3 ക്വസ്റ്റ്യനിൻ്റെ ഉത്തരം വളരെ പോസിറ്റീവായിരുന്നു. ഐ ആം സോ ഗ്ലാഡ് ദാറ്റ് വളരെയധികം പോസിറ്റീവ് കാർഡ്സ് ആണ് വരുന്നത്. നൗ നമുക്കൊരു ഗൈഡൻസ് നോക്കാവുന്നതാണ്. സോ ലെറ്റ് മീ ടേക്ക് അതർ കാർഡ്സ്. ഓൾറൈറ്റ്, ഓക്കെ, എന്ത് ഗൈഡൻസ് ആണ് പ്രേക്ഷകർ അറിയേണ്ടത്? വാവ്, ട്രാൻസ്ഫോർമേഷൻ ഓർ 1313 എന്ന നമ്പർ, അല്ലെങ്കിൽ 3131, പെർട്ടിക്കുലർലി 1313 കാണുന്ന പ്രേക്ഷകർക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. 3131 കാണുന്ന പ്രേക്ഷകർക്കും നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പാർട്ട് അനുഭവിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഹീലിംഗ് നടക്കുന്നുണ്ട് ഏറെ പ്രേക്ഷകർക്കും. ഹീലിംഗ് നിങ്ങളുടെ സെല്ലുലർ ലെവലിലാണ്. സോ മൈറ്റ് ബി ബോഡിയിലെ പല വൂൺസ്, ഓക്കെ, പണ്ട് ഏറ്റ കുറേ ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതിൽ നിന്ന് നിങ്ങൾ റെജുവനേറ്റ് ആകുകയാണ്. ദാറ്റ് ഈസ് ആ വൂൺസ്, ആ ഒരു ഹേർട്സ് അതൊക്കെ മാറിപ്പോകുന്നതാണ്. ഗോൾഡ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ചില പ്രേക്ഷകരുടെ ജൂപ്പിറ്റർ സ്ട്രോങ് ആകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം വർദ്ധിക്കുന്നതാണ്. പിങ്കിഷ് കളർ ആണ്. സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ സെൽഫ് ലവ്, സെൽഫ് വർത്ത് എന്താണ് എന്നത് പ്രേക്ഷകർ അറിയുന്നതാണ്. സെൽഫ് ലവിൽ ഏറെ മുഴുങ്ങുന്നതാണ്. വൈറ്റ് കാറ്റ്, ഓർ വി ക്യാൻ സേ ഇറ്റ്സ് നോട്ട് വൈറ്റ്, പക്ഷെ ഒരു ഗോൾഡിഷ് ബ്രൗണിഷ് വൈറ്റിഷ് ക്യാറ്റാണ്. ഐ ബിലീവ് ഈ ഗ്രൂപ്പ് പ്രേക്ഷകർ, ദാറ്റ് ഈസ് ഇപ്പോൾ ഈ മെസ്സേജ് കാണുന്ന പ്രേക്ഷകർ, നിങ്ങളുടെ 3D ആൻഡ് 5D, ദാറ്റ് ഈസ് നിങ്ങളിപ്പോൾ ഭൂമിയിലുണ്ട്. ഓക്കെ, ഭൂമിയിലും ആൻഡ് 5D ലെവലിലെ ഡിവൈൻ ബീങ്സ്, അവരുമായിട്ടുള്ള കണക്ഷൻ നിങ്ങളുടെ വർദ്ധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ആൻറ്റീന. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു ആൻറ്റീന മാതിരിയാണ് കാണിക്കുന്നത്. സോ ചില പ്രേക്ഷകർ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പോൾ നിങ്ങൾ ഒരു ചാനലർ ആയി മാറുന്നതാണ്. ചാനലർ, ദാറ്റ് മീൻസ് നിങ്ങൾ മറ്റ് പ്രേക്ഷകർ അല്ലെങ്കിൽ മറ്റ് ആൾക്കാർക്ക് പല സർവീസസ്, നിങ്ങളുടേതായ സർവീസസ് നിങ്ങൾ നൽകുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് എൽസ്. ഇവിടെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കൊപ്പം നിൽക്കുക എന്നതാണ്. പക്ഷേ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഈ ഒരു ടൈമിൽ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ കഴിയുന്ന ടൈമിലും ഓക്കെ, പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങൾക്ക് ശരിയാകാത്ത ആൾക്കാരെ അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാതിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. ഓക്കെ, അവർക്കൊപ്പം നിൽക്കാൻ നിങ്ങളുടെ ലൈറ്റ് മാറ്റാതിരിക്കുക. ഓക്കെ, ബിക്കോസ് പല പ്രേക്ഷകരും ലോൺലിനെസ് അനുഭവിക്കുന്ന പ്രേക്ഷകരാണ്. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാവും എന്നോട് ഒരാൾ സംസാരിച്ചായിരുന്നെങ്കിൽ. ഓക്കെ, സോ ഈവൻ ദോ ചില ആൾക്കാർ പ്രേക്ഷകരേറെ നോവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങും. സോ അവിടെ പറയുന്നത് നോ, നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ പോലും നിങ്ങൾക്ക് ശരിയാവാത്ത ആൾക്കാർക്കൊപ്പം നിൽക്കരുത്. ഓക്കെ, വാട്ട് എൽസ്? Align your life. What is not aligned or needs to change? എവിടെയൊക്കെ ചേഞ്ചസ് വരുത്തണം, എവിടെയൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം, അത് വരുത്തൂ. എവിടെയൊക്കെ ഡിഫറെൻറ്റ് ഉണ്ടാകണം. ഓക്കെ, ചിലർക്ക് ഡെഫിനറ്റ്ലി അവരുടെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം. അവരുടെ ഫേഷ്യൽ സ്റ്റൈലാകാം, ഹെയർ സ്റ്റൈലാകാം, വാർഡ്രോബ് സ്റ്റൈലാകാം. പലർക്കും പല സ്റ്റൈൽസ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ചില പ്രേക്ഷകരുടെ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ബാലൻസിലല്ല. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾ ആലോചിക്കുന്നതല്ല നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റ് ആൾക്കാരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഓക്കെ, സോ ഇവിടെ ഉണ്ടാവുന്നത് എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ പല ഇമോഷൻസ് അത് ബാലൻസ് അല്ലാതെ പോകുന്നു. അത് ശ്രദ്ധിക്കൂ എന്നതാണ് പറയുന്നത്. പെർട്ടിക്കുലർലി കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കുക. വാട്ട് എൽസ്?
മിൻറ്റ്കൻ ലുക്കിംഗ് ഫോർ ഹോം ബിലോങ്ങിങ് ദ ഒറിജിനൽ ലൈറ്റ് വർക്കേഴ്സ്. നിങ്ങൾ ലൈറ്റ് വർക്കേഴ്സ് ആണ്. നിങ്ങളുടെ വലിയൊരു സോൾ പർപ്പസ് എന്ന് പറയുന്നത് മറ്റാൾക്കാരെ ഗൈഡ് ചെയ്യുക എന്നതാണ്. ഓക്കെ, സോ ഗൈഡ് ചെയ്യുക നിങ്ങളുടെ സ്വന്തം ആർട്ട് വഴിയാകാം, നിങ്ങൾ കൊടുക്കുന്ന സ്പീച്ചസ് വഴിയാകാം, നിങ്ങൾ ലൈഫ് കോച്ച് ആണെങ്കിൽ അങ്ങനെയാകാം, നിങ്ങൾ NGOയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാകാം. ഓക്കെ, പക്ഷെ നിങ്ങളാണ് ഒറിജിനൽ ലൈറ്റ് വർക്കേഴ്സ്. ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ഹ്യൂമാനിറ്റേറിയൻ സർവീസസ് ചെയ്യാൻ വാക്ക് വന്നത് വിധിക്കപ്പെട്ട എന്നതാണ്. സോ ഐ എം സോ സോറി, അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ. വിധിക്കപ്പെട്ട, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും അത് ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക എന്നതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ചില പ്രേക്ഷകർക്ക് അതാണ് സോൾ പർപ്പസ്. ഓക്കെ, സോ ഐ എം സോ സോറി, ഫോഴ്സ്ഫുള്ളി ആണ് നിങ്ങളിത് ചെയ്യുന്നെങ്കിൽ. ഓക്കെ, പക്ഷേ അതാണ് നിങ്ങൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി. ഇറ്റ്സ് എ യെസ്. സോ നിങ്ങളുടെ ഗൈഡൻസ്, നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണോ കിട്ടുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത്, നിങ്ങളുടെ അടുത്ത് വന്ന് ഒരാൾ നിങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട്, ആൻഡ് ആ കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ള മനസ്സിൽ ഒരു ഉത്കണ്ഠത ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് ആ വരുന്ന കാര്യം അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം ശരി ആണ്. ഓക്കെ, സോ കണ്ണടച്ച് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ പ്രവർത്തിക്കാവുന്നതാണ്. സോ ഗായ്സ്, ഇതാണ് ഇന്നത്തെ ഷോർട്ട് റീഡിംഗ് എന്നത് പറയാം. ഓക്കെ, സോ ഈ ഒരു റീഡിംഗ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആൻഡ് ഹീലിംഗ്സ് ബുക്ക് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സെയിൽസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ബ്രേസ്ലെറ്റ്സ് ആൻഡ് ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111ൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതൊരു പിക്ക് കാർഡ് ചാനലാണ്, കണ്ടു നോക്കാവുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർക്ക് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.